ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നേ. ആമസോണിൽ നിന്നായിരുന്നു. ഞാൻ ആദ്യമാണ് കേട്ടോ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. എൻ്റെ ഇതുവരെയുള്ള ജീവിത യാത്രയല്ല ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്നൊരു ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ സാധനം വേണ്ടത് കൊണ്ടും ആയതുകൊണ്ടും ഞാനിത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടോ. അത് വേറൊന്നുമല്ല, ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു സാധനത്തിന് 140 രൂപയായിരുന്നു. ഇത് ബെലാവിറ്റയുടെ ഒരു ഫേസ് വാഷ് ആയിരുന്നേ. നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ളത് കൊണ്ടും ഞാൻ എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് വാങ്ങിച്ചതായിരുന്നേ. ഞാനത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അവരത് ക്യാൻസലാക്കി. പിന്നെ എനിക്കതാണെങ്കിൽ റീ ഓർഡർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് സെർച്ച് ചെയ്തിട്ട് പോലും ഫ്ലിപ്കാർട്ട് എനിക്ക് ആ ഒരു ഐറ്റം കാണിച്ചു പോലും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കംപ്ലയിൻറ്റ് ചെയ്തു. എന്നിട്ട് പോലും അതിനനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് പോലും അവരെനിക്ക് തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഈ സാധനം അതേ റേറ്റിൽ തന്നെ മേടിച്ചു കേട്ടോ. പാക്കിംഗ് ഒക്കെ നല്ലൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച സമയത്ത് ഇത് എന്തോ അടയ്ക്കുന്ന അതിലെന്തോ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചല്ല. ഞാൻ എൻ്റെ ബാഗിലോട്ട് വെച്ചു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആണല്ലേ എൻ്റെ ബാഗ് മൊത്തം ഫേസ് വാഷാണ്. മേടിച്ചതിൻ്റെ പകുതിയോളം ബാഗിലോട്ട് പോയെന്ന് തന്നെ പറയാം. ഒരു 100 ml ആയിരുന്നു. അതിൻ്റെ പകുതിയോളം ബാഗിലോട്ട് പോയിട്ടുണ്ട്.